ഹലോ ഫ്രണ്ട്സ്, ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിലുള്ളത് ഒരു PGയുടെ ഇൻഡക്ഷൻ കുക്കറാണ്. ഇൻഡക്ഷൻ കുക്കർ നമുക്ക് ഓൺ ചെയ്ത് എന്താ കംപ്ലൈന്റ് നോക്കാം. ഇൻഡക്ഷൻ കുക്കർ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. E0 നമ്മൾ പോട്ട് വെച്ചാലും അത് ഡിറ്റക്റ്റ് ആവുന്നില്ല. E0 തന്നെ എററായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്ത് എന്താ കംപ്ലൈന്റ് നോക്കാം. അപ്പൊ നമുക്ക് ഇൻഡക്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ നമ്മളൊരു DC 1000 മീറ്റർ സെറ്റ് ചെയ്തു. എന്നിട്ട് നമുക്കിവിടെ മെയിൻ ആയിട്ട് നമ്മുടെ വോൾട്ടേജ് ഇൻഡക്ഷൻ ഓൺ ചെയ്തു. 295 വോൾട്ട് ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ IGBT വരെ ആ 295 വോൾട്ട് എത്തുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ ഹൈ വാല്യൂ റെസിസ്റ്ററുകൾക്ക് ഉള്ള വോൾട്ടേജ് ആണ്. രണ്ടിന്റെ ഇൻപുട്ട് പോയിന്റിൽ നമുക്ക് വോൾട്ടേജ് വരുന്നുണ്ട്. ഇവിടെ 144, ഇവിടെ 192. നമ്മുടെ മീറ്ററിന്റെ റേഞ്ച് ഒന്ന് നമുക്ക് കുറച്ചിടണം. അവിടെ ചെറിയ വോൾട്ടേജ് ആണത്. 0.85 വോൾട്ട്. ഇവിടെ നമുക്ക് ആ വോൾട്ടേജ് ഇവിടെ കാണിക്കുന്നില്ല. ഓക്കെ, വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. 195, 98. അത് കഴിഞ്ഞ് ഈ ഒരു റെസ്റ്റ് കൂടെ കഴിഞ്ഞിട്ടൊരു ഇവിടെ വോൾട്ടേജ് ചെറുതായിരിക്കും, അതായത് കുറഞ്ഞ വോൾട്ടേജ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. 0.98 വോൾട്ട്. ഇപ്പുറത്ത് 0.85 വോൾട്ട്. അപ്പൊ നമ്മുടെ ഹൈ വാല്യൂ റെസിസ്റ്റർ വഴിയുള്ള വോൾട്ടേജുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ IGBT ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഒന്ന് റിപ്പയർ ചെയ്തിട്ട് വന്നതാണ്. അതായത് IGBT കംപ്ലൈന്റ് ആയിരുന്നു. IGBT മാറ്റി ഇട്ടതാണ്, പുതിയ IGBT ഇട്ടതാണ്. ഇട്ടിട്ടാണ് നമ്മുടെ അടുത്ത് റെഡി ആയില്ല എന്ന് പറഞ്ഞ് ഞാൻ കാണിക്കുന്നു പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതാണ്ട് ഈ IGBT മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ IGBT ഓൾറെഡി ഷോർട്ടാണ്. അപ്പോൾ നമ്മളിതിൽ ചെക്ക് ചെയ്യുമ്പോൾ IGBT ഷോർട്ടിങ് ആണ് കാണിക്കുന്നത്. ഇനി നമ്മളൊന്ന് ഇളക്കി ചെക്ക് ചെയ്യണം. ഇങ്ങനെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഇളക്കി ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റൂ. നമുക്കൊന്ന് ഇളക്കി ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ IGBT തന്നെ ആയിരുന്നു ഇട്ടിരുന്നത്. അതും KGFന്റെ തന്നെ IGBT ആയിരുന്നു. 25N120. ഇപ്പോൾ IGBT നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് IGBT പ്രശ്നമൊന്നുമില്ല. IGBT ഓക്കെയാണ്. നമുക്ക് ഈ പ്രിന്റ് ഇവിടെ ഇത് തങ്ങളിൽ ഷോർട്ടിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് ഷോർട്ടിങ് ആണ്. എന്താണ് ഷോർട്ട് എന്ന് നമ്മൾ കണ്ടെത്തണം. അതിവിടെ ഒരു സെൻസർ ഉണ്ട്. മിക്കവാറും ഈ സെൻസർ തന്നെ ആയിരിക്കും ഷോർട്ടിങ്. ഇവിടെ ഒരു സെൻസർ ഉണ്ട്. സെൻസർ ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സെൻസർ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം.
നമുക്ക് ഡൗട്ടുള്ള കമ്പോണൻസ് അതിൻ്റെ ഒരു ലെഗ് മാത്രം ആദ്യം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ട് നമുക്കത് കംപ്ലൈൻ്റ് ആണെങ്കിൽ ഫുൾ ഇളക്കിയെടുക്കാം. ഇപ്പോൾ സെന്നാറിൻ്റെ ഒരു ലെഗ് നമ്മൾ ഇളക്കി വിട്ടു. നമ്മുടെ ഇവിടെ ഷോട്ടിങ് മാറിയോ എന്ന് നോക്കണം. ഇത് ഷൂട്ടിങ് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ സെനർ നമുക്ക് ഫുൾ ഇളക്കി എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ആക്കി വെക്കുക. ഇതാണ് നമ്മുടെ സെനർ. സെനർ നമുക്ക് ഷൂട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റർ മാറ്റിയിടണം. ഇപ്പൊ നമ്മൾ വേറൊരു സെൻറ്റർ എടുത്തു. ഞാൻ വേറൊരു ബോഡിയിൽ നിന്നാണ് ഇപ്പോൾ ഇളക്കി എടുത്തത്. എൻ്റെ കയ്യിൽ ഫ്രഷ് ഇല്ലായിരുന്നു. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ആണ്. ഇതൊന്ന് മാറ്റിയിടാം. നമുക്ക് വരുന്നത് 18 വോൾട്ടിൻ്റെ സെന്നറാണ്. നമ്മൾ സെൻറ്റർ ഇട്ടു. ഇനി ഒന്ന് സോൾഡർ ചെയ്താം. നമ്മുടെ ഇവിടെ ഇപ്പൊ നമുക്ക് ഷോട്ടിങ് ഉണ്ടാവില്ല. ഓക്കെ ആണ്. ഇനി നമുക്ക് IGBT ഇട്ടേക്കാം. അപ്പൊ നമ്മള് IGBT കയറ്റിയിട്ടുണ്ട്. ഇവിടെ പ്രിന്റിന് കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ലപോലെ സോൾഡർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മളത് സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്യാൻ പോയപ്പോ ഇതിനകത്തൊരു ഫ്യൂസ് ഇട്ടേക്കുന്ന കണ്ടില്ലേ? ഫ്യൂസിന് പകരം ഇതാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മാറ്റണം. അതുപോലെ ഈ കപ്പാസിറ്റർ ബഡ്ജായിട്ട് ഇപ്പോൾ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ, നമ്മൾ സർവീസിന് എടുക്കുമ്പോൾ ഇതൊക്കെ കാണുവാണെങ്കിൽ നമ്മളതങ്ങ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കൊരു റിപ്പീറ്റ് കംപ്ലൈൻറ്റ് വരത്തില്ല. ഇങ്ങനെ ഇതൊന്നും ഇട്ട് നിങ്ങൾ ഫ്യൂസ് കെട്ടരുത്. ഫ്യൂസ് മാക്സിമം ഫ്യൂസ് തന്നെ നമ്മൾ മേടിച്ചിടുക. ഇതുപോലെ നമുക്ക് ഗ്ലാസ് ഫ്യൂസുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ട് തന്നെ അത് ചെയ്ത് കൊടുക്കുക. ഫ്യൂസ് മാറ്റിയിട്ട് ഇനി ഈ ഫിൽറ്ററോട്, അതായത് ഈ ബഡ്ജായിട്ട് നിൽക്കുന്ന ഈ ഒരു ഫിൽറ്റർ പൊങ്ങിയിട്ടുണ്ട്, അതുകൂടെ അങ്ങ് മാറ്റിയിടാം. അത് 4.7 450
ഉണ്ട് 4.7 450. ഇവിടെ നമ്മൾ മാറ്റിയിടുന്നു. ഫിൽറ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഓൺ ചെയ്തു. ഒരു E0 തന്നെയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ സീരീസിലാണ് കൊടുത്തത്. ഇനി നമുക്കൊന്ന് ഡയറക്റ്റ് കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. ഡയറക്റ്റ് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻഡക്ഷൻ ഓണായി. ഇതേ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.